ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് വെച്ചൊരു മസാലക്കറി ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. 4 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് ഇരുന്നത്, വലിയ കഷ്ണമല്ല, ദേ ഇത്രയൊക്കെ ഉള്ളൂ. ഉണ്ടാ, ഈ കഷ്ണമൊക്കെ മതി. ഇതിലും വലുതും വേണ്ട, ഇതിൽ ചെറുതും വേണ്ട. ഒരു 3 ചെറിയ സബോള, 2 തക്കാളി, 2 പച്ചമുളക്, ദേ 2 പച്ചമുളക്, ഇത് പഴുത്തുപോയി, ഇത് ഇങ്ങനെ കീറിയിടുക. ഇതെല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളുണ്ടല്ലോ, പറഞ്ഞല്ലോ. ഉരുളൻകിഴങ്ങ്, സബോള, 2 തക്കാളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇടുക. ഓക്കെ, ഇട്ടോ. ഞാനിതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇച്ചിരി ഉപ്പ്, അവരവരുടെ ഇഷ്ടത്തിന് ഉപ്പിടുക. എൻ്റെ ഉപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, വലിയ സ്പൂണല്ല, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, പിന്തുട്ടാ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലേശം നമ്മുടെ മസാലപ്പൊടി, പൊടിച്ച് വെച്ച മസാലയാണ്. എല്ലാം കൂടെ ഇതിലോട്ട് ഇടുക. ഓക്കെ, ഇതിലോട്ട് ഇടണേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് 2 അടി അടിക്കാം. കുക്കറിലല്ലേ, 2 അടി മതി, പെട്ടെന്നോ. കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കരിയാപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് 2 വിസിൽ, 2 അറിയാതെ 3 വിരൽ പോയി, 2 വിസിൽ മതിയിട്ടാ. ഇതാ കിഴങ്ങ് മസാലക്കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് വെന്തു. ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റി കേട്ടോ, കുക്കറൊക്കെ കഴുകാനിട്ടു. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനൊന്നുമില്ല, ഇനി ഇതിലോട്ട് എന്താ ഒന്നും ചേർക്കുന്നില്ല, കടുക് പൊട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, തേങ്ങാപ്പാലും ചേർക്കും. ഓക്കെ ഗൈസ്, ഞാൻ കാണിച്ചു തരാവേ. ഇതിലോട്ട് കുറച്ച് കടുകിടുക. കടുകിപ്പം പൊട്ടും, പടപടേന്ന് പൊട്ടുവേ. കടുകിതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. എത്ര തിരി കുറച്ച് വെച്ചാലും പുക വരും. ഓക്കെ, ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കടുവിലോട്ട് ഞാൻ ഇത്തിരി മീനെടുത്ത് വെച്ച, ഉള്ളി മൂപ്പിക്കാനായിട്ട് മീനെടുത്ത് വെച്ചല്ലോ, അതായത് ചുവന്നുള്ളി 2 എണ്ണം, ചില ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി, ഇതെല്ലാം ഇടുക. ഒന്ന് മൂത്തോട്ടെ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കണ്ടോ. ഇനിയാണ് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലോട്ടിടും. ഇനി ഇതിലോട്ട് നമുക്കൊരു സൂത്രം ഒഴിക്കണം. എന്തെന്നറിയാമോ? തേങ്ങാപ്പാൽ. ദേ ഇത്രയും ഉണ്ട്, ഇത് നിറയെ തേങ്ങാപ്പാൽ കേട്ടോ. അതങ്ങോട്ട് ഒഴിക്കുക. ഇനി ഈ കറി ഒന്ന് ചൂടായാൽ മതിയേ. ഇത് തിളപ്പിച്ച് കുളമാക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ഓക്കെ, ചൂടായി വന്ന് ഞാൻ കാണിക്കാം. ഹായ് ഗായ്സ്, നമ്മളുടെ കിഴങ്ങ് കറി, പാല് പിഴിഞ്ഞ് വെച്ച കിഴങ്ങ് കറി സൂപ്പർ റെഡിയായി. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കും ചോറിനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് ഞാനിന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ഗായ്സ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വെക്കുന്നതാണ്, എന്നാലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക്.